ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലുപാസിയ. ഞാനിപ്പോൾ നമ്മളെ മുത്തങ്ങയിലാണ് കേട്ടോ. മുത്തങ്ങൽ നമ്മുടെ എമറാൾഡിന്റെ പ്രോപ്പർട്ടിയിലുള്ളത്. എമറാൾഡിൽ ഓൾറെഡി നമ്മൾ കുറേ വട്ടം വിസിറ്റ് ചെയ്താണെങ്കിലും 2-3 പ്രാവശ്യം വ്ളോഗും ചെയ്തതാണ്. ഇപ്പം ഇവിടെ വീണ്ടും വന്നൊരു വ്ളോഗ് ചെയ്യാൻ കാരണം മറ്റൊന്നുമില്ല, ഇവിടെ ഈ മുത്തങ്ങയിൽ തന്നെ ഏറ്റവും വലിയൊരു പൂൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിന്റെ വിഷ്വൽ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു വ്ളോഗ് കണ്ടാലോ. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പൂൾ ഇതാണ് കേട്ടോ. അപ്പോൾ കേസ്, ഈ പൂളിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഈ മുകളിലുള്ള ഈ ഒരു പിന്നെ ഏരിയയാണ് വലിയവർക്കുള്ളത്. അത്യാവശ്യം എന്നല്ല, വലിയൊരു പൂൾ തന്നെയാണത്. അതുപോലെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പൂൾ നേരെ താഴോട്ട് നോക്കിയാൽ കുട്ടികൾക്ക് ഇതേ സൈസിൽ ഇത്രയും വലിയ ഒരു പൂള് താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡ്രസ്സോ നമ്മളെ പൂളിനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല അഭിപ്രായം. വലിയ പൂളാണ്, താഴത്തേക്കും ഉണ്ട്. അത്യാവശ്യം നീന്തം അറിയാത്തവർക്ക് നീന്തി പഠിക്കാൻ പറ്റിയൊരു പൂളാന്ന് തോന്നുന്നില്ല. അല്ലേ? ഓക്കെ. ഇപ്പോൾ നൈറ്റ് വിഷയിലാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്ര ഏരിയയിൽ ലൈറ്റും കാര്യങ്ങളുണ്ട്. ഇങ്ങോട്ട് നമ്മൾ മാനകളെ നോക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഇത്രയും ഏരിയയിലായിട്ട് മാനകൾ എത്തിയിട്ടുണ്ട്. രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഈ കാണുന്ന ഗ്രൗണ്ടുകളിലെല്ലാം ഫുൾ മാനകളായിരിക്കും കേട്ടോ. ഭാഗ്യമുണ്ടെങ്കിൽ ആനകളുണ്ടാവും. അപ്പോൾ ഈ കാണുന്ന ഈ ലൈറ്റ്, ഈ റിഫ്ലക്ഷൻ അടിക്കണ മൊത്തം മാനകളാണ് കേട്ടോ. നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് പോണേ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് പറയുന്നത് അടിപൊളി കളർഫുൾ, ഒരു അടിപൊളി, പിന്നെ പ്ലാന്റേഷനൊക്കെ ചെയ്തിട്ടുള്ളൊരു അടിക്കിട്ടിലും റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഈ നൈറ്റ് എല്ലാം അടിപൊളി വിഷ്വലാണ്. പിന്നെ അതുപോലെ ഓരോ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് വ്യൂ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് കഴിക്കാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ. അപ്പം കാരണം നമ്മൾ ഫാമിലി എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് ആൾക്കാരെ ഇങ്ങോട്ട് മാറി കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡായിട്ട് ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലി കടായി ആയിരുന്നു കേട്ടോ. ഞാനുണ്ടടാ. അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് കുറവാണ്, മക്കൾക്ക് ഇരിക്കാൻ ബെറ്റർ ആയൊരു സ്ഥലമാണ് ഇവിടെ. എന്താ മക്കൾ അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. ഏതാണ്ട് ഈ ഫുഡ് അടിപൊളിയാ, സൂപ്പറാ. എവിടെ അപ്പോൾ കഴിച്ച് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ടോ. നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. ഫുഡിനെ എടുത്ത് പറയേണ്ടി, നല്ല അടിപൊളി കിടിലം ഫുഡാണ് ഇവിടുത്തെ കേട്ടോ. പിന്നെ അതുപോലെ ഇനി 9:30 ക്യാമ്പ് ഫയർ ഉണ്ട്. നമുക്ക് അതിൻ്റെ വിഷ്വൽസൂടെ കണ്ടിട്ട് രാത്രി ഇവിടെ ഗ്രൗണ്ടിൽ നല്ല മാനുകളൊക്കെ വരും. അതുകൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ മോർണിംഗ്. അപ്പോൾ ഗൈസ്, നമ്മൾ ക്യാമ്പ് ഫയർ കഴിഞ്ഞു. അതുപോലെ തന്നെ കുറച്ചേരം ക്യാരംസൊക്കെ കളിച്ചു. പിന്നെ കുറേ ആൾക്കാർ നമ്മളെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെയൊക്കെ കളിച്ചുകൊടുക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. കുറച്ച് മുമ്പ് ഈവനിങ്ങിൽ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഉള്ള കാഴ്ച ഇവിടുത്തെ എന്താ വെച്ചാൽ, ഇവിടുത്തെ ലൈറ്റുകളെല്ലാം ഓഫാക്കി കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് ഫുള്ള് മാനുകൾ കൊണ്ട് നിറയ്ക്കും. അത് ഇവിടെ മസ്റ്റായിട്ടുള്ള, ഈ റിസോർട്ടിൽ വന്ന മാൻകൂട്ടത്തെ കണ്ടിട്ടില്ല എന്നുള്ള ഒരാളും പറയില്ല. കാരണം ഈ ഫുള്ളായിട്ട് രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഗ്രൗണ്ടും ഈ പരിസരം ഫുള്ള് മാനും ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ പൂളിൻ്റെ നേരെ മേലെയായിട്ട് കോട്ടേജ് ഉണ്ട്. അതിൻ്റെ മുന്നിലൂടെയൊക്കെ മാൻ ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫോറസ്റ്റ് കൂടുതൽ ആംബിയൻസ് വേണ്ടവർക്ക് അവിടുത്തെ കോട്ടേജ് എടുക്കുന്നുണ്ട്. നമ്മൾ നേരെ ഈ ഗ്രൗണ്ടിൻ്റെ ഈ സൈഡിലായിട്ട് കോട്ടേജ് എടുത്തത്. രണ്ട് ഓപ്ഷനായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പം നാളെ ഈ റൂമിൻ്റെ ഉൾഭാഗവും ആ റൂമിൻ്റെ ഉൾഭാഗവും ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇന്ന് രാത്രി നമുക്ക് ഇവിടുത്തെ മാനിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാണെങ്കിൽ, ഞാൻ ഉറങ്ങിയിട്ടില്ലാണെങ്കിൽ നമുക്ക് വീഡിയോസിൽ ആഡ് ചെയ്തരാം. ഓക്കെ.
അത് കേസ് നമ്മൾ രാവിലത്തെ ഒരു വിഷയമാണ് കേട്ടത്. രാത്രി ഫുൾ മാനായിരുന്നു, പക്ഷേ ലോ ലൈറ്റ് കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും മാനുകൾ ഇതാ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ കൂടിക്കുന്നത് കാണാൻ പറ്റും. ഇവിടുന്ന് അങ്ങനെ ഇവിടെയൊക്കെ ഇവിടുത്തെ പ്രോപ്പർട്ടി ഗസ്റ്റുകൾ ഇങ്ങനെ നിന്നുകൊണ്ടാണ് അവരങ്ങനെ പതുക്കെ പതുക്കെ അങ്ങോട്ട് ഇങ്ങനെ പോയത്. ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഗൈസ് മോർണിംഗ് ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ. കോട വ്യൂ ഒക്കെ ഭയങ്കര സംഭവം തന്നെയാണ് അവിടെ. പിന്നെ അതുപോലെ തന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. പറയടാ, ഹായ് പറയും, ഹായ് പറയാം. ഉറക്കത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ബ്രെഡ് ഞാൻ എടുത്ത നിങ്ങൾ എന്താ നിങ്ങളെ കഥ ഇതാക്കണേ ഗൈസ്. നമ്മളെ റിസോർട്ട് അവിടെ ഉണ്ടോ നേരെ എത്രയോ ഒരു ഒഴിഞ്ഞ ഏരിയ. കാരണം ഇതൊക്കെ പ്രോപ്പർട്ടീൻ്റെ സ്ഥലം തന്നെയാണ്. നമുക്ക് അവിടെ ഈ ഒഴിഞ്ഞ സ്ഥലത്തിൻ്റെ അപ്പുറത്തോട്ടാണ് ഫോറസ്റ്റ് വരുന്നത്. പക്ഷേ രാത്രി മൃഗങ്ങൾ ഇവിടെ ഫുൾ ഫില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ഊനാല സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയ ഊനാല, അത് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു മരം വെച്ചൊരു സെറ്റായി അല്ലേ. ഒന്ന് അവനെ കയറ്റിയിരുത്തിയാലോ? എടേ അവനെ കയറ്റി ഏട്ടാ ഋഷോ പറക്കല്ലേ എടേ പോട്ടെ. നല്ല വൈബാണ്, നല്ല തണുത്ത കാറ്റ്. അപ്പോൾ കേസ് ഇനിയാണ് നമ്മൾ പ്രോപ്പർട്ടീസിൻ്റെ റൂംസ് കാര്യങ്ങളെല്ലാം കാണിക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് പക്ക ഫോറസ്റ്റ് ആംബിയൻസിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള റൂംസ് സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ അല്ലാതെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയ, അതായത് നിങ്ങൾക്ക് ഗ്രൗണ്ടിൻ്റെ സൈഡിലായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടി വേറെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോസ് ഫസ്റ്റ് കാണാം. നമ്മളത് വണ്ടി നേരെ പ്രോപ്പർട്ടിക്ക് തന്നെ എത്തും. നമുക്ക് ഇതുപോലത്തെ ഓരോ ഹട്ടുകളാണ് വരുന്നത്. ഒരു കാടിന് ഭംഗി കൂട്ടുന്ന പോലെ ഇതുപോലത്തെ ഓരോ ഹട്ടുകളാണ് വരുന്നത്. ഇതാ ഇവിടേക്കെല്ലാം ഉണ്ട്, ആ ഭാഗത്തൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് ഈ ഹട്ടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണട്ടോ. നമ്മളിപ്പോൾ എടുത്തത് 1004 റൂം. ഈ റൂമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു പൂൾ വില്ലയാണ്. നമുക്ക് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു കപ്പിൾസിനൊക്കെ ഒരു ചെറിയൊരു സെറ്റപ്പ്, അതായത് ഒരു കപ്പിൾസിനൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടില റൂമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് വരികയാണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഈ ഹട്ടിൽ ഇങ്ങനെ ഒരു പൂളുണ്ട് എന്നുള്ളത്. ഓക്കെ, ഒരു കിടിലം പൂളോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണത്. അതുപോലെ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വെള്ളമില്ലാത്തതല്ല. ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ വെള്ളം അവരപ്പം മാറ്റും. പിന്നെ അടുത്ത ഗസ്റ്റ് വരുമ്പോൾ ഒരു വെള്ളം റീഫിൽ ചെയ്യും. അങ്ങനെ ഉണ്ടാവും കേട്ടോ. അത് ഞാൻ തന്നെ കൊള്ളാലടാ. ഞാനുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോലത്തെ 4 പൂൾ വീലുകളാണ് കേട്ടോ. 1 2 3, ഒന്ന് അതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ ആണുള്ളത്. പിന്നെ നോർമലായിട്ടുള്ള ഇത് കുറച്ച് വലിയ റൂംസാണ്. എല്ലാത്തിൻ്റെ ഉൾഭാഗമായിട്ട് വീഡിയോ ലെൻത്തോട്ടുള്ള ഇത് ഇവിടെയും കുറച്ച് റൂംസ് ഉണ്ട്. ഈ ഭാഗത്ത് തൊട്ട് നമ്മളെ കാറ് നമ്മളെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിർത്താം. നിങ്ങൾക്ക് തന്നെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നുണ്ട്. കാരണം രാത്രി ആയാലും അല്ലാത്ത ടൈം ഇപ്പം കുറച്ച് ഇതായിട്ടാണ് ഇപ്പം മഴക്കാലം ആയതുകൊണ്ടേക്കാം മാനുകൾ വരാത്ത. പക്ഷേ ഈ ഈവനിങ് ആയി കഴിഞ്ഞാൽ ഈ ഭാഗത്തോട്ടൊക്കെ ഇപ്പം മാനുകൾ ഫുള്ള് വന്ന് ഇതിൻ്റെ മുന്നിലൂടെയൊക്കെ പാസ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സജസ്റ്റ് ചെയ്യണത് ഈ ഭാഗത്തുള്ള പ്രോപ്പർട്ടി ഇതായിരിക്കും കേട്ടോ. റൂംസ് നല്ല അടിപൊളി ഇതാണ്. പിന്നെ അതുപോലെ നൈറ്റ് നല്ല ഗ്രൗണ്ട് ഫുള്ളായിട്ട് മാനുകളുണ്ടാവും നമ്മളെ അവിടുത്തെ കോട്ടേജിലാണെങ്കിൽ. അങ്ങനെ അത് വേറെ വൈബ്, ഇത് വേറെ വൈബാണ്. അപ്പോൾ പറ്റുമെങ്കിൽ 2 ദിവസം സ്റ്റേ ഒക്കെ വന്നിട്ട് ഒരു ദിവസം ഇവിടെ ഒരു ദിവസം അവിടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര വൈബായിരിക്കും കേട്ടോ. പിന്നെ ഇവിടുത്തെ എടുത്ത് പറയേണ്ട വെച്ചാൽ
ഒരു രക്ഷയില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, നമ്മുടെ ഫുഡ് നല്ല ക്വാളിറ്റി ഫുഡാണ്, നല്ല അടിപൊളി ഫുഡാണ്. അതിലും എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ പൂള്, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എന്താ പറയാൻ വാക്കുകളില്ല. അപ്പോൾ ഒന്ന് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇനി നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമിൻ്റെ ഉൾഭാഗം കൂടി കണ്ടിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ കോട്ടേജുകളൊക്കെ എടുത്ത് പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ കോട്ടേജിൻ്റെ ഈ ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ള ഈ കോട്ടേജിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ വലിയ പൂള് വരുന്നത് കേട്ടോ. അതൊരു മറ്റൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ഇതൊരു ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഗ്രൗണ്ട് ഇതാണ്. അത്യാവശ്യം ഒരു 11s ഒക്കെ കളിക്കാൻ പറ്റിയൊരു കിടിലൻ ഗ്രൗണ്ടാണിത്. ഇത് നമുക്ക് എടുത്ത് പറയേണ്ടത്, കാരണം ഗ്രൗണ്ട് നമ്മളിപ്പോൾ നാട്ടിൽ മലപ്പുറംകാരോ കോഴിക്കോടുകാരോ ഇതിലൊക്കെ വരികയാണെങ്കിൽ ഫുട്ബോളിനെ പ്രണയിക്കണം ആരും ഇവിടെ വരികയാണെങ്കിലും മടുക്കില്ല. കാരണം ഇത്രയും വലിയ പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതും ഈ കിടിലൻ ക്ലൈമറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാം, അതുപോലെ ക്രിക്കറ്റും കളിക്കാം. പിന്നെ മറ്റൊന്ന്, നമ്മൾ നിന്ന കോട്ടേജ് ഇതൊരു 8 കോട്ടേജ് ഉണ്ട് കേട്ടോ. സെപ്പറേറ്റ് ഒരു കോട്ടേജാണ്. അതുപോലെ നമ്മൾ നിന്ന കോട്ടേജ് അവിടെയാണ്. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഈ കോട്ടേജിൻ്റെ മുകളിലത്തെ റൂം കാണിക്കാം. എല്ലാം സെയിം കോട്ടേജ് ആട്ടോ. ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്, എന്താ വെച്ചാൽ മുകളിലത്തെ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും താഴത്തിന് കോമൺ ബാത്റൂമാണ്. ഈ താഴത്തെ എല്ലാ കോട്ടേജിൻ്റെ ഇവിടെ എല്ലാ കോട്ടേജിനുള്ള കോമൺ ബാത്റൂം ഇതാ ഇവിടെയാണ്. ഇത് 3 നല്ല അടിപൊളി ബാത്റൂം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ 2 ചെയറുണ്ടാവും കേട്ടോ. അത് ഉള്ളിലോട്ട് മഴയാകുമ്പോൾ എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഓപ്പൺ ആക്കിയാൽ ഒരു രക്ഷയില്ലാത്ത ഒരു റൂം തന്നെയാണ് കേട്ടോ. മറ്റേ റൂമിനെ പറഞ്ഞ പോലെ തന്നെ ഒരു കപ്പിൾസിനൊക്കെ പറ്റിയ നല്ല ലൈറ്റ് ആംബിയൻസിലൊക്കെ ഉള്ള ഒരു കിടിലം റൂം തന്നെയാണ്. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മുകളിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതിൽ പിന്നെ സോപ്പ് ഷാമ്പു എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ നല്ല ലോ ലൈറ്റ് സെറ്റപ്പാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു വൈബ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നേരെ ഈ ഒരു വ്യൂ കണ്ടോ, ഒരു കിടിലൻ ഗ്രൗണ്ടും പിന്നെ ഇവിടെ ബോട്ടിങ്ങിൻ്റെ ഈ കുളമൊക്കെ ഇവിടെ അടുത്ത് തന്നെയായിട്ട് വരുന്നത്. അതുപോലെ രാത്രി ആകുമ്പോൾ മാനുകളൊക്കെ ഇവിടെ ഫില്ലായി. ഇന്നലെ ലോ ലൈറ്റ് ആകുമ്പോൾ ഞാൻ കാണിച്ചില്ല. ഓക്കെ, അടിപൊളിയായിട്ടോ. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് പുതിയ പ്രോപ്പർട്ടിൻ്റെ അപ്ഡേഷന്. പൂളിൻ്റെ വിഷ്വൽസ് ഞാൻ കുറച്ച് ഡ്രോൺ വിഷ്വൽസും അതുപോലെ നിങ്ങൾക്ക് ഈ റിസോർട്ടിൻ്റെ ഫുള്ളായിട്ടുള്ള ഏതൊക്കെ ടൈപ്പ് റൂംസുള്ള ഡ്രോൺ വിഷ്വൽസും ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്തോളൂ. നമ്മൾ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.